എന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ മേക്കിട്ട് കയറണമെന്ന് എന്താ നിനക്ക് ഇത്ര നിർബന്ധം സുധേ? ഞാൻ പറയുന്നതിലേ ഉള്ളൂ, കുഴപ്പമില്ലേ? ഒരു കല്യാണത്തിന് പോകുമ്പം കഴുത്തിലെ പൊന്നിന്റെ ഒരു തരിയെങ്കിലും വേണ്ടേ? കയ്യിൽ ഒരു വളയെങ്കിലും വേണ്ടേ? അല്ല സുധേ, നിന്റെ കഴുത്തിലൊരു റോൾഡ് ഗോൾഡിന്റെ മാലയെങ്കിലും ഉണ്ടല്ലോ, അതിട്ട് പോയാലെന്താ കുഴപ്പം? നിങ്ങൾക്കത് പറയാം. മുക്കുപണ്ടം കണ്ടാലേ പെണ്ണുങ്ങൾ അത് തിരിച്ചറിയും. ഓരോരുത്തർ വന്ന് ചോദിക്കും, എന്താ സുധേ സ്വർണ്ണമൊന്നുമില്ലേ, വില കുറഞ്ഞ മാലയാണോ? നാണം കെടാൻ എനിക്ക് വയ്യ. സുധേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നല്ലേ. ഈ അവസ്ഥയൊക്കെ എന്നും അങ്ങനെ നിൽക്കില്ല. നീ കുറച്ചുകൂടി സമയം താ, എല്ലാം ശരിയാവും. ഞാനിത് കുറെ കാലം കൊണ്ട് കേൾക്കുന്നുണ്ട്. ഒരു പെങ്കൊച്ചിന്റെ കല്യാണം വരാൻ പോവാ, ഒരു 10 പവന്റെ സ്വർണമെങ്കിലും വേണ്ടേ? പോട്ടെ 5 പവന്റെ എങ്കിലും. അതിനെന്തെങ്കിലും ഒരു വക നിങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മേ, ഇതുവരെ ഡ്രസ് മാറിയില്ലേ? എന്ത് പറ്റി? അത് നിന്റെ അച്ഛനോട് ചോദിക്ക്. ഒന്നുമില്ല മോളെ, നിന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് പോകാൻ സ്വർണം വേണം. അതെ, അങ്ങനെയൊന്നും പറഞ്ഞ് ചെറുതാക്കണ്ട. ഒരു കല്യാണത്തിന് പോകുമ്പോൾ മാന്യമായിട്ട് പോകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മേ, അച്ഛന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഇല്ലാത്ത സ്വർണം അച്ഛനിപ്പോ എവിടുന്ന് കൊണ്ടുവരുന്ന? നീ അച്ഛന്റെ പാവം പിടിച്ചോ. നാളെ നിന്റെ കല്യാണം വരുമ്പം താലിക്ക് പോലും കാശില്ലാതെ നിക്കേണ്ടി വരുമ്പം ഇത് തന്നെ നീ പറയണം. അതിന് ഞാനിപ്പോഴും ആ കല്യാണത്തിന് സമ്മതം പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. നിങ്ങളെ അച്ഛനും മോളും കൂടെ അങ്ങ് പോയാ മതി. സുധേ, മൂക്കുകൊണ്ടൊക്കെ ഇട്ടുണ്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി പറയാനും എനിക്ക് വയ്യ. അമ്മേ, ഇന്ന് അമ്മയുടെ കല്യാണമൊന്നും അല്ലല്ലോ. ആരും അമ്മയുടെ കഴുത്തിലേക്കും കയ്യിലേക്കും ഒന്നും നോക്കാനും പോകുന്നില്ലല്ലോ. ഇന്ന് ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ശ്രീയേട്ടനിലോ അമൃതേച്ചിയിലോ ആയിരിക്കും. അമ്മേ, ഈ സാരി തന്നെയല്ലേ അമ്മ ഇടാൻ വെച്ചിരുന്നു? ഈ കളർ സാരിക്ക് സ്വർണ്ണവളയേക്കാൾ ഭംഗി ഈ കളറിലുള്ള കുപ്പിവളകളായിരിക്കും. അതുമല്ല, ഒരുപാട് സ്വർണ്ണമൊക്കെ വാരിയിട്ട് നടക്കുന്നതേ പഴഞ്ചൻ ഏർപ്പാടല്ലേ അമ്മേ? നമസ്കാരം. വരൂ. ആദി, നീ എന്നെ വെറുക്കാനുള്ള കാരണം ഇപ്പോൾ എനിക്കറിയാം. പക്ഷേ ഇനി നിനക്ക് എന്നെ വെറുക്കേണ്ടി വരില്ല. അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു വിളിക്ക്, ഞാനേ വരെ പോരാം.
പുത്തംപുരയ്ക്കലുകാരുടെ നിലയും വിലയും നോക്കാതെ നമ്മളുമായിട്ടൊരു ബന്ധത്തിന് തയ്യാറായ ഈ അച്യുതൻ നമ്പ്യാർ സാറിനോട് നന്ദികേട് കാണിക്കല്ലേ മോനെ. അമ്മേ, നന്നായി ആലോചിച്ച് തന്നെ ഞാൻ ഈ തീരുമാനം എടുത്ത. ഒരു പെൺകുട്ടിയുടെ മനസ്സ് കാണാതെ ഈ ബന്ധവുമായി മുന്നോട്ട് പോയാൽ അതാ ഏറ്റവും വലിയ തെറ്റ്. ആ ചേച്ചി, ജീവിതം അവന്റെ അല്ലേ? അപ്പോ തീരുമാനം അവന്റെ തന്നെ ആവട്ടെ. ഭരത, നീ ഒന്നും ഉണ്ടായിരുന്നേ. ചേച്ചി, ഇഷ്ടമല്ലാത്ത ജീവിതം ജീവിക്കാൻ ചേച്ചി എന്തിനാ അവനെ നിർബന്ധിക്കണേ? ശ്രീ, എന്തിന്റെ പേരിലാണെങ്കിലും പെട്ടെന്നൊരു നിമിഷം ഈ വിവാഹബന്ധം വേണ്ടെന്ന് പറയാൻ എന്താ ഉണ്ടായത്? പറയടാ, നീ അത് അമ്മയോട് പറഞ്ഞേ പറ്റൂ. അമ്മേ, അമൃതയ്ക്ക് ഈ വിവാഹം ഇഷ്ടമല്ല. അത് അറിഞ്ഞിട്ടും ആ വരന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കില്ല.